റമദാൻ എന്ന് പറയുമ്പോൾ അത് പരസ്പര സ്നേഹവും അതുപോലെ തന്നെ സഹാനുഭൂതിയും സൗഹാർദ്ദവും എല്ലാം ശക്തിപ്പെടുത്തേണ്ടുന്ന മാസമാണ്. റമദാൻ കാരുണ്യത്തിൻ്റെ മാസം എന്നാണ് പറയുന്നത്. പ്രവാചകൻ്റെ ഒരു വചനം, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണയും സ്നേഹവും കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അത് ദൈവം തമ്പുരാൻ്റെ കൃപയും സ്നേഹവും മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ മനുഷ്യരിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കണം. മനുഷ്യനോട് കരുണയും സ്നേഹവും കാണിക്കണം. അപ്പോഴേ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഉണ്ടാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പാണ്, റമദാനാണ് എങ്കിൽ പോലും നമ്മുടെ സഹോദര സമുദായങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ ആതിഥേയരും അവർ നമ്മുടെ അതിഥികളുമാണ്. അതിഥിക്ക് ആതിഥേയനോട് വലിയ കടപ്പാടാണുള്ളത്. അതിഥിക്ക് ആതിഥേയനിൽ നിന്നും അവകാശങ്ങളും ആതിഥേയന് അതിഥിയോട് വലിയ കടപ്പാടുമാണുള്ളത്. ഒരു വീട്ടിൽ, നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് ഒരാൾ വന്നാൽ 3 ദിവസം അയാൾക്ക് സൗജന്യമായിട്ടുള്ള അവകാശങ്ങളാണ്. 3 ദിവസം സൗജന്യമായിട്ടുള്ള അവകാശങ്ങളാണുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇസ്ലാം മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഈ അതിഥിയെ ആദരിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ പൊങ്കാലയ്ക്ക് വരും നമ്മുടെ സഹോദരിമാരെന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു അതിഥികൾ എന്ന രീതിയിലാണ് അവരെ കാണുന്നത്. ആ അർത്ഥത്തിലാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മസ്ജിദുകളും നമ്മുടെ പള്ളികളൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത്. എല്ലാ പൊങ്കാലയോടനുബന്ധിച്ചും ഈ രീതിയിൽ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഈ പൊങ്കാല വന്ന് റമദാനിലാണ്. അപ്പോൾ റമദാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഷെഡ്യൂളിലാണല്ലോ, ഒരു പ്രത്യേക ടൈം ടേബിളിലാണല്ലോ വിശ്വാസികൾ പോകുന്നത്. അപ്പോൾ വിശ്വാസികൾക്ക് പകൽ വേളകളിൽ എല്ലാവർക്കും നോമ്പാണ്. അപ്പോൾ നോമ്പിൻ്റെ ഒരു ചിന്തയിൽ ഈ പറയുന്ന ഈ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ വേണ്ടത്ര ശ്രദ്ധയിൽ വരാതെ പോകും ആളുകൾക്ക്. അത് നമ്മുടെ ശ്രദ്ധയിൽ വരാതെ പോകരുത്. അത് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കാണണം. ഈ പൊങ്കാല ഉത്സവം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സഹോദരിമാർ വരും, അവർക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല, അവർക്ക് സൗകര്യമൊരുക്കണം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ കാണണമെന്ന് അതാ പറഞ്ഞത്. ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ ഈ പള്ളിയുടെ ഉള്ളിലല്ല, പള്ളിയുടെ പുറത്ത് നമ്മളൊരു നല്ലൊരു പന്തൽ, പള്ളിയുടെ ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യത്തിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് കിടക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടിന്ന് ടോയ്ലറ്റും ശുചിമുറിയും പ്രത്യേകമായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്.